we have already seen the Newton's divided difference method. So from the divided difference formula, you can find the Newton's forward difference formula or the Gregory Newton's forward difference formula. We have seen what is forward difference, what is backward difference, and we have seen the forward difference table and the backward difference table and the relation between divided differences, forward differences, and backward differences. Okay, and also I mentioned that the Newton's forward difference formula is applied when the point at which the function has to be estimated is near to the starting point. നമ്മുടെ കയ്യിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ടെങ്കിൽ സേ എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ എന്ന് പറയുന്ന കുറേ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കാണേണ്ട എക്സ് വാല്യൂ സപ്പോസ് എക്സ് നോട്ടിന്റെ അല്ലെങ്കിൽ എക്സ് വണ്ണിന്റെ ഒക്കെ അടുത്താണെങ്കിൽ then we apply Newton's forward difference formula and ആ കണ്ടുപിടിക്കേണ്ട എഫ് ഓഫ് എക്സ് വാല്യൂലെ എക്സ് എന്നിന്റെ അടുത്താണെങ്കിൽ നമ്മൾ ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുലയാണ് അപ്ലൈ ചെയ്യുക. ആൻഡ് ഇവിടെ നമ്മൾ ഈക്വലി സ്പേസ്ഡ് പോയിന്റ്സ് ആണെന്നുള്ളൊരു അസംഷൻ കൊടുത്തിട്ടുണ്ട്. ആ സ്പേസിങ്ങിനെ നമ്മൾ എച്ച് എന്ന് വിളിക്കും. വി കോൾ ദറ്റ് സ്പേസിങ് ആസ് എച്ച്. ആൻഡ് ആസ് ഐ മെൻഷൻഡ് എക്സ് നോട്ട് ഈസ് ക്ലോസർ ടു ദ ഗിവൺ പോയിന്റ് ഇസ് ക്ലോസർ ടു എക്സ് നോട്ട്. അതായത് നമുക്ക് ഗിവൺ പോയിന്റ് ആയിട്ടുള്ള എക്സിനെ എക്സ് നോട്ട് പ്ലസ് സംതിങ് എന്ന് എഴുതാം. എക്സ് നോട്ട് പ്ലസ് സംതിങ് എന്ന് എഴുതാം. ആ ക്വാണ്ടിറ്റി എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയെ നമുക്ക് എച്ചിന്റെ ടേംസിൽ എഴുതുവാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ആർ ഇൻറ്റു എച്ച്, വേർ ആർ ഈസ് വെരി സ്മോൾ. ആർ ഒരു വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് എടുത്തിട്ട് ആർ ഇൻറ്റു എച്ച് എന്ന് എഴുതാൻ പറ്റും. ഓർ തിങ്ക് ഓഫ് ഇറ്റ് ആസ് എക്സ് മൈനസ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എച്ചിനെ ആർ എന്ന് വിളിക്കാം. So usually we take it as like this, x equal to x naught plus rh, so that x minus x naught becomes r into h, and x minus x1 can be written as x minus x naught plus x naught minus x1 എന്ന് എഴുതാം. അപ്പോൾ അത് r into h minus h എന്ന് കിട്ടും. സോ r minus 1 h എന്ന് എഴുതാം. x minus x1നെ r minus 1 h എന്ന് എഴുതാം. Similarly, you can write x minus xk as r minus k into h. Okay. Formula can be derived directly from Newton's divided difference formula. If you remember, Newton's divided difference formula was like this. F of x is approximately equal to f of x naught plus x minus x naught into f of x naught x1 plus x minus x naught into x minus x1 into f x naught x1 x2 plus etc. Now, here as I said, x minus x naught is equal to ആർ ഇൻറ്റു എച്ച് എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ എക്സ് മൈനസ് എക്സ് നോട്ടിന് ആർ എച്ച് എന്ന് കൊടുക്കാം. ഇവിടെ ഇനി ഇവിടെ വരുന്ന എല്ലാ ടേംസിലും എക്സ് മൈനസ് എക്സ് നോട്ട് ഉണ്ട്. സോ ദേ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ആർ ഇൻറ്റു എച്ച്. നൗ എക്സ് മൈനസ് എക്സ് വണ്ണിന് നമുക്ക് എക്സ് മൈനസ് എക്സ് വൺ ക്യാൻ ബി റിട്ടൺ ആസ് ആർ മൈനസ് വൺ എച്ച് എന്ന് എഴുതാം. ഇതേപോലെ എക്സ് മൈനസ് എക്സ് ടു ക്യാൻ ബി റിട്ടൺ ആസ് ആർ മൈനസ് ടു ഇൻറ്റു എച്ച് എക്സെട്ര. ഇതിനെല്ലാം ഈ ക്വാണ്ടിറ്റി എല്ലാം നമുക്ക് എച്ചിന്റെ ടേംസിൽ എഴുതാൻ പറ്റും. ആറും എച്ചും ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റും. എഫ് എക്സ് നോട്ട് എക്സ് വൺ ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ എഫ് നോട്ട് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് എഴുതാം, അല്ലെങ്കിൽ 1 ഫാക്ടോറിയൽ ഇൻറ്റു എച്ച് എന്ന് എഴുതാം ഡിനോമിനേറ്റർ. അതേപോലെ എഫ് നോട്ട് എക്സ് വൺ എക്സ് ടു ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ സ്ക്വയർ എഫ് നോട്ട് ബൈ 2h സ്ക്വയർ എക്സെട്ര. ഡെൽറ്റ എഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് കെ ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ പവർ കെ എഫ് നോട്ട് ഡിവൈഡഡ് ബൈ കെ ഫാക്ടോറിയൽ ഇൻറ്റു എച്ച് പവർ കെ. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഫോർമുല എഴുതുന്നത്. അപ്പോൾ ഈ എക്സ്പ്രഷൻ നമുക്ക് ഡെൽറ്റ എഫ് നോട്ട് ബൈ എച്ച് എന്ന് എഴുതാം. Similarly, this second order divided difference can be written as delta square f naught divided by 2 factorial into h square. അപ്പോൾ അടുത്ത ടേമും ഇതേപോലെ തന്നെ എഴുതാൻ പറ്റും. Considering this, we can write the Gregory Newton's forward difference formula as f of x is approximately equal to f naught. So ഇതാണ് ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഈ എഴുതുന്ന റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന പോളിനോമിയൽ എക്സ്പ്രഷൻ എഫ് നോട്ട് പ്ലസ് ആർ ഇൻറ്റു, ഇവിടെ ആക്ച്വലി എക്സ് കാണാനില്ല ബിക്കോസ് നമ്മൾ ഈ ആർ എന്ന് പറയുന്നത് ആക്ച്വലി എക്സ് മൈനസ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എച്ച് ആണ്. അപ്പോൾ അത് അങ്ങനെ എക്സ് നമുക്ക് വേണമെങ്കിൽ പിക്ചറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. റൈറ്റ് സൈഡ് ഈസ് ആക്ച്വലി എ പോളിനോമിയൽ ഇൻ എക്സ്. ഈവൻ ദോ യു ആർ നോട്ട് സീയിങ് എക്സ്, ഇറ്റ്സ് എ പോളിനോമിയൽ ഇൻ എക്സ്. എഫ് നോട്ട് പ്ലസ് ആർ എച്ച് ഇൻറ്റു ഡെൽറ്റ എഫ് നോട്ട് ബൈ എച്ച് പ്ലസ് ആർ എച്ച് ഇൻറ്റു ആർ മൈനസ് വൺ എച്ച് ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ എഫ് നോട്ട് ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എച്ച് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് എഴുതാൻ പറ്റും. ലാസ്റ്റ് ടേം ഉണ്ടാവുക ആർ എച്ച് ഇൻറ്റു ആർ മൈനസ് വൺ എച്ച് ഇൻറ്റു ആർ മൈനസ് എൻ മൈനസ് വൺ എച്ച് ഇൻറ്റു ഡെൽറ്റ പവർ എൻ എഫ് നോട്ട് ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു എച്ച് പവർ എൻ ആണ്. ആൻഡ് യു ക്യാൻ ഈസിലി സീ ദാറ്റ് ദിസ് എച്ച് വിൽ ഓൾവേസ് ഗെറ്റ് ക്യാൻസൽഡ്. ഇവിടെ എച്ചും ഇവിടെ എച്ച് ഉണ്ട്. അപ്പോൾ എച്ച് സ്ക്വയർ ഉണ്ട് ഇവിടെ. ഈ എച്ച് സ്ക്വയറിന് ഈ ഡിനോമിനേറ്ററിൽ എച്ച് സ്ക്വയർ ആയിട്ട് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ എല്ലാ എച്ചുകൾ ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, സോ വാട്ട് റിമൈൻസ് ഇസ് എഫ് നോട്ട് പ്ലസ് ആർ ഇൻറ്റു ഡെൽറ്റ എഫ് നോട്ട്
divided by 1 factorial എന്ന് എഴുതാം, divided by 1 factorial plus r into r minus 1 divided by 2 factorial into delta square h naught f naught plus r into r minus 1 into r minus 2 divided by 3 factorial into delta cube f naught plus etc. plus last term is this. So this is called the Newton's forward difference formula. Okay. It is simple. And backward difference formula ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. You can see it later. Here also the error estimate can be found using the previous formula. കാരണം നമ്മൾ അവിടെ അപ്രോക്സിമേറ്റ് ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സിന് ഒരു പോളിനോമിൽ വെച്ചിട്ടാണ് അപ്രോക്സിമേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ലഗ്രാഞ്ചിയിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന അതേ ഫോർമുല യൂസ് ചെയ്യാം. എറർ അറ്റ് nth ലെവൽ ഈസ് ഈക്വൽ ടു ENX is equal to r into r minus 1. അവിടെ x minus x naught into x minus x1 into x minus x2 into etc. എന്നായിരുന്നു. ഇവിടെ അതിന് പകരം x minus x naught നമ്മൾ RH അങ്ങനെ എഴുതി കഴിഞ്ഞാൽ r into r minus 1 into r minus 2 into etc. into r minus n into ഇതിൽ ഓരോന്നിൽ h ഉണ്ടാവും. അപ്പോൾ h power n plus 1 ഉണ്ടാവും into f n plus 1th derivative at some point t between x0 and xn divided by n plus 1 factorial. അപ്പോൾ ഇതാണ് എറർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. Okay, so it is so simple. It's actually directly coming from the Newton's divided difference formula. Now let us do a problem on Newton's forward difference formula. So here a table is given and ഇതിന്ന് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്ന cos h 0.56ന്റെ വാല്യൂ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ടേബിളിൽ ഈ കോളം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ഇത് ഇൻഡെക്സ് ആണ്, ഇത് നോക്കേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് x naught is 0.5, x1 is 0.6, 0.7, 0.8. ഇത് തമ്മിൽ ഈക്വൽ സ്പേസിംഗ് ആണ്. 0.5 കഴിഞ്ഞ് 0.1 എടുത്താലാണ് 0.6. എല്ലാത്തിനും സ്പേസിംഗ് ഈക്വൽ ആണ് ആൻഡ് സ്പേസിംഗ് ഇസ് ഈക്വൽ ടു 0.1. 0.1 ആണ് തമ്മിലുള്ള ഡിഫറൻസ്. കോസ് എച്ച് ഹൈപ്പർബോളിക് കൊസൈൻ വാല്യൂസ് തന്നിട്ടുണ്ട്. 0.5ന്റെ ഹൈപ്പർബോളിക് കൊസൈൻ വാല്യൂ എന്ന് പറയുന്നത് 1.127626 ആണ്. ആൻഡ് സിമിലർലി ഈ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് കോസ് എച്ച് 0.56ന്റെ വാല്യൂ ആണ്. അപ്പോൾ 5ന്റെയും 0.5ന്റെയും 0.6ന്റെയും ഇടയ്ക്കാണ് എന്ത് വരുന്നത്, 0.56ന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ ആണ് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കേണ്ടത്, ഈ ടേബിൾ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഫോർ ദാറ്റ് ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് തന്നെ ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ ആണ് കൺസ്ട്രക്ട് ചെയ്യാം. ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ വളരെ എളുപ്പമാണ്. ഈ രണ്ട് വാല്യൂസിന്റെ ഡിഫറൻസ് എടുത്താൽ യു ഗെറ്റ് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ കിട്ടും, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ, ദിസ് മൈനസ് ദിസ് വിൽ ബി ഗിവിംഗ് ദിസ് വൺ. സെക്കൻഡ് ഓർഡർ ഡിഫറൻസ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഓർഡർ ഡിഫറൻസിന്റെ ജസ്റ്റ് സബ്സ്ട്രാക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന്ന് ഈ വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദിസ് വാല്യൂ ആൻഡ് ദിസ് മൈനസ് ദിസ് വിൽ ബി 0.012562 ആയിരിക്കും. ആൻഡ് തേർഡ് ഓർഡർ ഡിഫറൻസ് സിമിലർലി ഈ ക്വാണ്ടിറ്റിന്ന് ഈ ക്വാണ്ടിറ്റി മൈനസ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ യു ഗെറ്റ് ദിസ്. ഓക്കെ, നൗ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് 6 കൂടെ വേണം അല്ലേ. അപ്പോൾ 6 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, എക്സ് മൈനസ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എച്ചിനെയാണ് 6 എന്ന് വിളിച്ചിരിക്കുന്നത്. എച്ച് 0.1 ആണ്, എക്സ് എന്ന് പറയുന്നത് നമുക്ക് കാണേണ്ട വാല്യൂ ആണ് 0.56 ആണ്, എക്സ് നോട്ട് എന്ന് പറയുന്നത് ഇനീഷ്യൽ വാല്യൂ ആണ് 0.5. അപ്പോൾ അത് സബ്സ്ട്രാക്ട് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ആർ ഈസ് ഈക്വൽ ടു 0.6 എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു 0.6 എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് കോസ് എച്ച് 0.56ന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി കാണാം. എഫ് നോട്ട് പ്ലസ് ആർ ഇൻറ്റു ഡെൽറ്റ എഫ് നോട്ട് ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ആണ് വരേണ്ടത്. സോ 0.6 ഇൻറ്റു r into this value, delta f naught is this value here, plus r into r minus 1 divided by 2 factorial into delta square f naught, അത് ഈ വാല്യൂ ആണ്, plus r into r minus 1 into r minus 2 divided by 3 factorial is 6 into delta cube f naught വരും, അത് ഈ വാല്യൂ ആണ്, അത് എടുത്തിട്ട് ഇവിടെ എഴുതാം. അപ്പോൾ ഈ ടേബിളിന്റെ സൈഡിലുള്ള വാല്യൂസ് മാത്രമേ, ടോപ്പ് വാല്യൂസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല ആണെങ്കിൽ ഈ ലോവർ വാല്യൂസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് കോസ് എച്ച് 0.56 as 1.160944. നൗ എറർ ആണ് കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കുന്നത്. വി ആർ ട്രൈങ് ടു ഫൈൻഡ് ദി എറർ. വാട്ട് ഈസ് ദി ആക്ച്വൽ എറർ? നമുക്ക് ഇവിടെ ഫംഗ്ഷൻ അറിയാം, കോസ് എച്ച് 0.56 ആണ് നമ്മൾ കാണാൻ നോക്കുന്നത്. അപ്പോൾ അതിന്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 1.160941 എന്ന് കിട്ടും. നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ, എറർ എന്ന് പറയുന്ന ആക്ച്വൽ വാല്യൂ മൈനസ് എസ്റ്റിമേറ്റഡ് വാല്യൂ ആണ്. ഇറ്റ്സ് ഈക്വൽ ടു 1.160941.
941 minus estimated value എന്ന് പറയുന്നത് 160,944 ആണ്. 1.160944 ആണ്. അപ്പോൾ എറർ നമുക്ക് കാണാം വളരെ ചെറിയൊരു എറർ മാത്രമേ വരുന്നുള്ളൂ. -0.000003 ആണ് വരുന്നത്, എറർ ആയിട്ട് വരുന്നത്. ഓക്കെ, so the formula gives you very accurate answer. So now we are trying to find the error estimate. ഇപ്പോൾ നമുക്ക് OSH വാല്യൂ അറിയില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂ നമുക്ക് അറിയില്ലെങ്കിൽ ഇതിന്റെ ഒരു എസ്റ്റിമേറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഫോർമുലയാണ് യൂസ് ചെയ്യുക. ഈ ദിസ് വൺ ഇവിടെ നമ്മൾ തേർഡ് ഡിഗ്രി പോളിനോമിയലാണ് യൂസ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഒരു ടേം, ഇത് എക്സിന്റെ ടേം, എക്സ് സ്ക്വയറിന്റെ ടേം, എക്സ് ക്യൂബിന്റെ ടേം, ആദ്യത്തെ ടേം കോൺസ്റ്റന്റ് ടേം ആണ്. ഓക്കെ, അപ്പോൾ തേർഡ് ഡിഗ്രി പോളിനോമിയൽ എപ്സിലോൺ 3x ആണ് നമ്മൾ എഴുതുക. ദാറ്റ്സ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, error is r into r minus 1 into r minus 2 into r minus 3 into h raised to 4 f fourth derivative at some point t divided by 4 factorial ആണ്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. h എന്ന് പറയുന്നത് 0.1 ആയതുകൊണ്ട് h raised to 4 divided by 4 factorial into r minus 1 into r minus 2 into r minus 3 into cos h t, where t is value lying between the range of values. 0.5 തൊട്ടിട്ട് 0.8 വരെയാണ് വാല്യൂസ് വന്നിരിക്കുന്നത്. അപ്പോൾ t lies between 0.5 and 0.8. Okay, so epsilon 3 ഇത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ what you get is this quantity into cos h t ആണ്. ഈ ക്വാണ്ടിറ്റിയെ നമ്മൾ -0.00000 എക്സെട്ര 336 എന്നാണ് വരുന്നത്. അപ്പോൾ അതാണ് ഈ a ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ നെഗറ്റീവ് ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് ഈ എപ്സിലോൺ 3 വാല്യൂ എന്ന് പറയുന്നത് അറ്റ് 0.56 വാല്യൂ എന്ന് പറയുന്നത് a ഇൻറ്റു കോസ് എച്ച് ടി ആണ്. വേറെ ഈസ് എ നെഗറ്റീവ് ക്വാണ്ടിറ്റി. ഈ കോസ് എച്ച് ടി എവിടെ കിടക്കുന്നതാണ് അറിയേണ്ടത്. കോസ് എച്ച് ടി കിടക്കുന്നത് കോസ് എച്ച് 0.5ന്റെയും കോസ് എച്ച് 0.8ന്റെയും ഇടയ്ക്കാണ് കിടക്കുക. ഇത് കാൽക്കുലേറ്ററിന് അവൈലബിൾ ആയിരിക്കും ഈ വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ ആണ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എപ്സിലോൺ 3 0.62 എന്ന് പറയുന്നത് രണ്ട് വാല്യൂസിന്റെ ഇടയ്ക്ക്. അപ്പോൾ ഏതാണോ ചെറുത് അത് ലെഫ്റ്റ് സൈഡിലും, ഏതാണോ വലുത് അത് റൈറ്റ് സൈഡിലുമാണ് വരിക. അപ്പോൾ അതിന്റെ ഇടയ്ക്കായിരിക്കും എറർ ഉണ്ടാവുക. സോ ഹിയർ ദ എറർ ലൈസ് ബിറ്റ്വീൻ ദിസ് വാല്യൂ. നമുക്ക് ന്യൂമറിക്കലി കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും, ഈ വാല്യൂവും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ദി റേഞ്ച് ഇൻ വിച്ച് എറർ ഇസ് ലൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എറർ അല്ല വേണ്ടത്, നമുക്ക് ഫംഗ്ഷന്റെ വാല്യൂ എവിടെയായിരിക്കും എന്നാണ് അറിയേണ്ടത്. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന കോസ് എച്ച് 40യുടെ അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു റേഞ്ച് എത്രയാണ് നമുക്ക് വേണം. അത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന വാല്യൂ P3 of 0.56 ആണല്ലോ. അപ്പൊ അതിന്റെ കൂടെ എററും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു P3x പ്ലസ് എറർ ആണ്. ഈ എറർ നമുക്ക് ആക്ച്വൽ അറിയില്ല, എന്താ അറിയുള്ളൂ, ഈ എററിന്റെ വാല്യൂ ഈ വാല്യൂവിന്റെയും ദിസ് വാല്യൂവിന്റെയും ഈ റൈറ്റ് സൈഡിലുള്ള ഈ വാല്യൂവിന്റെയും ഇടയ്ക്കാണ്, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ആണെന്ന് നമുക്ക് അറിയുള്ളൂ. അതുകൊണ്ട് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ നമുക്ക് എഫ് ഓഫ് എക്സ് കോസ് 0.56 ആണ്. അതിന്റെ വാല്യൂ P3 of 0.56ന്റെ കൂടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് ഒറിജിനൽ വാല്യൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കോസ് എച്ച് 0.8ന്റെ വാല്യൂ നമ്മൾ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുക. എയുടെ വാല്യൂ ഈ വാല്യൂ ആണ് നമുക്ക് അറിയാം. ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരിക്കുന്ന 1.160944 എന്ന് പറയുന്ന വാല്യൂ ആണ് ഈ വാല്യൂ. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1.160939ഉം റൈറ്റ് സൈഡിൽ 1.160941 ആണ്. അതായത് ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ്. എറർ അല്ല, ഈ ഫംഗ്ഷന്റെ വാല്യൂ അതിന്റെ ഇടയ്ക്കാണ് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ആക്ച്വലി ഈ ടേബിളിൽ നിന്ന് നോക്കിയാൽ ഈ ഫംഗ്ഷന്റെ വാല്യൂ കിട്ടുന്നത് 941 ആണ് കിടക്കുന്നത്. അപ്പോൾ അപ്പർ ബൗണ്ട് തന്നെയാണ് വാല്യൂ ആയിട്ട് വരുന്നത്. സോ ദിസ് ഗിവ്സ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ദി ഫംഗ്ഷൻസ് വാല്യൂസ്. ഇത് എററിന്റെ എസ്റ്റിമേറ്റ് ആണ്. ഇത് ഫംഗ്ഷന്റെ വാല്യൂസ് ഏത് റേഞ്ചിന്റെ ഉള്ളിൽ കിടക്കാം എന്നുള്ളതിന്റെ ഒരു എസ്റ്റിമേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എറർ എസ്റ്റിമേറ്റ് ചോദിച്ചാൽ ഇത്രയും ചെയ്താൽ മതി. Okay, so once you get the error estimate, you can find the functions estimate using the approximate value plus error value. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എപ്പോഴും ഫംഗ്ഷന്റെ വാല്യൂവിന്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ.